തൃശൂർ പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ്. ആദ്യ ഭാര്യയെ കൊന്ന കേസിലും പ്രതിയാണ് പ്രേംകുമാർ. ഈ കേസിൽ ജാമ്യത്തിലായിരുന്നു പ്രേംകുമാർ. കൊലപാതകത്തിൽ തലേന്നുള്ള പ്രേംകുമാറിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. രണ്ടാം ഭാര്യ രേഖയും അമ്മ മണിയെയുമാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നടരാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി. നടരാജ്, ഇയാളെ തേടിയുള്ള അന്വേഷണം ഏതൊക്കെ വഴിക്കാണ് പുരോഗമിക്കുന്നത്? പ്രധാനമായും ചില CCTV ദൃശ്യങ്ങളുടെ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇയാളുടെ ഫോൺ സംബന്ധിച്ച് ചില അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫോണിൽ ലഭ്യമല്ലാത്തതിനാൽ അതിന് ചില പരിമിതിയുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ സഞ്ചരിച്ചെന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങൾ, ഇയാളുടെ സുഹൃത്തുക്കൾ, ഇവരൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇയാൾ ഇവിടെ വന്ന സമയത്ത് ജൂൺ 1, 2, 3 തീയതികളിൽ ഇരിഞ്ഞാലക്കുട കാർലത്ത് ഇയാൾ ഉണ്ടായിരുന്ന സമയത്ത് ഇയാളുടെ ഇടപാടുകൾ എന്തെല്ലാമായിരുന്നു, ഇയാൾ ആരെയെല്ലാം കണ്ടു തുടങ്ങിയ കാര്യങ്ങളും മറ്റുമൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോട്ടയത്തും പോലീസ് ഇയാളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കൊല്ലപ്പെട്ട മണിയുടെയും മകൾ രേഖയുടെയും പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വരുന്ന വിവരങ്ങൾ വളരെ നിർണായകമാണ് കേസിൽ എന്നാണ് കരുതുന്നത്. കഴുത്ത് ധരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ഇയാളുടെ ആദ്യ ഭാര്യ വിദ്യയും 2019 ഇയാൾ സമാനമായ രീതിയിലാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അതിന്റെ വിവരങ്ങളൊക്കെ തന്നെ കേസിൽ വളരെ നിർണായകമാകും എന്ന കാര്യം തീർച്ചയാണ്. വിശാൽ. നടരാജാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂർ പടിയൂർ ഇരട്ടക്കൊലപാതക കേസ് പ്രതി പ്രേംകുമാറിനായി കോട്ടയത്തും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങൾ തേടി. പ്രതിയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്.